ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഒരു സാമ്പിൾ പേപ്പറാണ് ചെയ്യുന്നത്. മുമ്പ് അതിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ്. അതിൽ നിങ്ങളെ പോർഷനിൽ ഇല്ലാത്തത് ഒഴിവാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when 0.7373 is expressed in P by Q, then prime factorization of Q where P and Q are co-primes. അവിടെ നമുക്ക് P and Q co-primes ആണ്. ഇവിടെ x is equal to, അതായത് 0.7373 ഇങ്ങനെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ 9th പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് നമുക്ക് അതായത് P by Q ഫോമിലേക്ക് എങ്ങനെ മാറ്റാന്നുള്ളത്. അവിടെ 2 നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100x is equal to 73.737 ഇങ്ങനെ പോകും. ഇത് രണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യുക. 2 - 1 എന്ന് പറയുമ്പോൾ 99x is equal to 73 മാത്രമേ വരുള്ളൂ. ഈ ഭാഗമെല്ലാം നമുക്ക് മൈനസ് ആയി പോകും, അത് 0 ആയി പോകും. 73 - 0 എന്ന് പറയുന്നത് 73 വരും. അപ്പോൾ x is equal to 73/99. ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ക്യൂവിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 99 ആണുള്ളത്. 99 എന്ന് പറയുന്നത് 3 ഇവിടെ 33 വരും, 311 ഇത്രയും, അതായത് 3 സ്ക്വയർ ഇൻറ്റു 11 ആണ് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത്. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 11 ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. അടുത്തത് if alpha and beta are zeros of quadratic polynomial x square minus k plus 6 into x plus 2 into 2k minus 1, find k if alpha plus beta equal to alpha beta by 2 ആണുള്ളത്. അതായത് നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിന്റെ സീറോസ് ആൽഫ ആൻഡ് ബീറ്റ ആണെന്ന് പറഞ്ഞു. എക്സ് സ്ക്വയർ മൈനസ് കെ പ്ലസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 2k മൈനസ് 1 ആണ്. ഇവിടെ നമുക്ക് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ എന്താണ് കണ്ടീഷൻ തന്നിട്ടുള്ളത്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ ബൈ 2. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്? സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ബി ബൈ എ. അപ്പോൾ മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് കെ പ്ലസ് 6 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് അവിടെ പ്ലസ് ആയി, കെ പ്ലസ് 6 ആണ് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ. എ എന്ന് പറയുന്നത് എന്താണ്? 1. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ആണ്. ഇതിൽ ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ, പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് സി ബൈ എ ആണ്. അപ്പോൾ മൈനസ് ബി ബൈ എ, ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസും പോയി. ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കെ പ്ലസ് 6, എ 1 ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് കെ പ്ലസ് 6. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ ആണ്. 2 ഇൻറ്റു 2k മൈനസ് 1. അവിടെ എ 1 ആയതുകൊണ്ട് അതും അതേപോലെ. ഇനി നമുക്ക് ആ കണ്ടീഷനിൽ അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യുക? കെ പ്ലസ് 6 is equal to 2k മൈനസ് 1. കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക, അതായത് കെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, മൈനസ് 1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ കെ ഈക്വൽ ടു 7. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കെ ഈക്വൽ ടു 7. അടുത്തത് ഇവിടെ കാർഡിൻ എ ജാർ കണ്ടെയ്ൻസ് 24 മാർബിൾസ്. സം ആർ ഗ്രീൻ ആൻഡ് അതേഴ്സ് ആർ ബ്ലൂ. അവിടെ ഗ്രീനും ബ്ലൂവും മാത്രമേ നമുക്ക് മാർബിൾസ് ഉള്ളൂ. ഇഫ് എ മാർബിൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ജാർ, ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഗ്രീൻ ഈസ് 2/3. അതായത് ഗ്രീൻ കളർ കിട്ടേണ്ടതിന് അതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് 2/3 തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്ലൂ മാർബിൾസ് ഇൻ ദ ജാർ. അപ്പോൾ നമുക്ക് ഗ്രീൻ മാർബിൾ എത്രയുണ്ട് എന്ന് അറിയില്ല. ടോട്ടൽ എത്രയാണുള്ളത്? ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 24 മാർബിൾസ് ആണ്. അതിന്റെ പ്രോബിലിറ്റി ഓഫ് ഗ്രീൻ മാർബിളിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അവിടെ 2/3 ആണ് തന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്പർ എത്ര ഗ്രീൻ മാർബിൾ ഉണ്ട് അത് ഡിവൈഡ് ബൈ, അതായത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ മാർബിൾസ് എത്രയുണ്ട്, 24ൽ എത്ര എണ്ണാണോ ഗ്രീൻ മാർബിൾ അത് നമുക്ക് അറിയില്ല. അത് ഡിവൈഡ് ബൈ 24 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? 2/3. അവിടെ ഗ്രീൻ മാർബിളിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? x/24, അതാണ് നമുക്ക് 2/3 ഷോർട്ട് ആക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ x എന്ന് പറയുന്നത് 24 ഇൻറ്റു 2/3, ഇവിടെ 8, അപ്പൊ 16 ആണ്. 16 ഗ്രീൻ മാർബിൾസ് ആണ് ഉള്ളത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബ്ലൂ മാർബിൾസിന്റെ എണ്ണാണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 24. അപ്പൊ നമ്പർ ഓഫ് ബ്ലൂ മാർബിൾസ് ഈക്വൽ ടു എന്ത് വരും?
24 minus 16 is equal to 8. അപ്പോൾ 8 മാർബിൾസ് ആണ് ബ്ലൂ കളർ ഉള്ളത്. അപ്പോൾ a card with numbers 5 to 50 are placed in a box and mixed thoroughly. A card is drawn at random. Find the probability that the card taken with the number on the card is a multiple of 2 and 3. അതായത് 5 to 50 നമ്പേഴ്സ് ആണ് നമ്മൾ ബോക്സിൽ ഇടുന്നത്. അതായത് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 5 to 50 എന്ന് പറയുമ്പോൾ 45 നമ്പേഴ്സ് ആണ് നമ്മൾ, അതായത് ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 45 വരിക. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 and 3 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 2 and 3 എന്ന് പറഞ്ഞാൽ 6 കൊണ്ടുവരുന്ന മൾട്ടിപ്പിൾ. അപ്പോൾ നമുക്ക് ഇവിടെ 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6, പിന്നെ 12, പിന്നെ വരുന്നത് 18 പ്ലസ് 6 24 പ്ലസ് 6 30, 36 42 48. ഇപ്പോൾ 1 2 3 4 5 6 7 8. അപ്പോൾ 8/45 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് cos theta plus sin theta equal to √2 cos theta, then cos theta minus sin theta ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ cos theta plus sin theta equal to √2 cos theta, sin theta equal to √2 cos theta minus cos theta. അതായത് cos theta ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി cos theta നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ √2 minus 1 വരും. ഈ √2 minus 1 ഇതിനെ ഇനി എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ √2 plus 1 റാഷണലൈസ് ചെയ്താൽ മതി. √2 plus 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ cos theta ഇൻറ്റു √2 ഇൻറ്റു √2 2, അതായത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, √2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഡിവൈഡ് ബൈ √2 പ്ലസ് 1 വരും. ഇതെന്താവും? 1 ആയി. അപ്പോൾ cos theta ഇപ്പൊ നമുക്കുള്ളത് sin theta ഈക്വൽ ടു cos theta ബൈ √2 പ്ലസ് 1 ആണ് ഉള്ളത്. ഇത് sin theta ഈക്വൽ ടു cos theta ബൈ √2 പ്ലസ് 1 ആണ് ഉള്ളത്. ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. sin theta ഇൻറ്റു √2 പ്ലസ് 1 ഈക്വൽ ടു cos theta, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. √2 sin theta പ്ലസ് sin theta ഈക്വൽ ടു cos theta. നമുക്ക് എന്താണ് കാണേണ്ടത്? cos theta മൈനസ് sin theta. cos theta മൈനസ് sin theta എന്ന് പറയുന്നത് √2 sin theta ആണ് വരിക. അതായത് cos theta മൈനസ് sin theta ഈക്വൽ ടു √2 sin theta. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് √2 sin theta. അടുത്തത് the ratio in which the line 3x plus y minus 9 equal to 0 divides the line segment joining points 1,3 b 2,7. അതായത് ഇവിടെ a എന്ന് പറയുന്നത് 1,3, ഇവിടെ b എന്ന് പറയുന്നത് 2,7 ആണുള്ളത്. നമുക്കിവിടെ റേഷ്യോ കാണണം. ആ ലൈൻ സെഗ്മെന്റ് 3x plus y മൈനസ് 9 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ റേഷ്യോ കാണേണ്ട ക്വസ്റ്റ്യനിൽ എന്താണ് ചെയ്യുക? ലെറ്റ് ദ റേഷ്യോ ബി k:1 എന്നിട്ട് സെക്ഷൻ ഫോർമുലയിൽ കൊടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ p of xy എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് m1 x2 പ്ലസ് m2 x1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2, അതുപോലെ m1 y2 പ്ലസ് m2 y1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അപ്പൊ ഇവിടെ x1 y1 ഇത് x2 y2, m1 m2 എന്നുള്ളത് k:1 ആണ്. അപ്പൊ നമുക്ക് ആദ്യം m1 ഇൻറ്റു x2 എന്ന് പറയുന്നത് 2 പ്ലസ് m2 ഇൻറ്റു x1 എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ k പ്ലസ് 1. ഇതാണ് നമുക്ക് x. ഇനി m2 ഇൻറ്റു y2 എന്ന് പറയുന്നത് 7 പ്ലസ് m1 ഇൻറ്റു 3 ഡിവൈഡ് ബൈ k പ്ലസ് 1. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇതിന് 2k പ്ലസ് 1 ഡിവൈഡ് ബൈ k പ്ലസ് 1 x, y എന്ന് പറയുന്നത് 7k പ്ലസ് 3 ഡിവൈഡ് ബൈ k പ്ലസ് 1. ഇനി ഇത് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കണം. അതായത് 3 ഇൻറ്റു എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 2k പ്ലസ് 1 ബൈ k പ്ലസ് 1 പ്ലസ് y എന്ന് പറയുന്നത് 7k പ്ലസ് 3 ബൈ k പ്ലസ് 1.
മൈനസ് 9 ഈക്വൽ ടു 0. ഇനി ഇതിനെ ഷോർട്ട് ആക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. അതായത് ഇവിടെ LCM k+1 ഉണ്ട്, ഇതിന് k+1 ഇല്ല, അപ്പൊ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഹോൾ ഡിവൈഡ് ബൈ k+1 വരും, അത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 0 ആവും. അതായത് ഇത് 3 ഇൻറ്റു 2k+1 പ്ലസ് 7k+3 മൈനസ് 9 ഇൻറ്റു k+1 ഡിവൈഡ് ബൈ k+1 വരും. അത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ 0 ആണുള്ളത്, അതുകൊണ്ട് തന്നെ അത് 0 ആയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു 0 മാത്രം എഴുതിയാൽ മതി. ആ k+1 എഴുതേണ്ട കാര്യമില്ല, കാരണം നമ്മൾ LCM k+1 എടുത്ത് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ അത് 0 ആയിപ്പോയി. ഇനി ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 6k പ്ലസ് 3 പ്ലസ് 7k പ്ലസ് 3 മൈനസ് 9k മൈനസ് 9 ഈക്വൽ ടു 0. ഇവിടെ 6k പ്ലസ് 7k 13k 13kന്ന് 9k മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 4k പ്ലസ് 3 പ്ലസ് 3 6 മൈനസ് 9 എന്ന് പറഞ്ഞാൽ മൈനസ് 3. അപ്പോൾ 4k ഈക്വൽ ടു 3, k ഈക്വൽ ടു 3/4. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. നമ്മൾ സാധാരണ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ വാല്യൂ തന്നിട്ടുണ്ടാവും, p(x,y) എന്താന്നുള്ളത് തന്നിട്ടുണ്ടാവും, അങ്ങനെയാണ് നമ്മൾ റേഷ്യോ കാണല്. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്, 3x + y - 9. അപ്പൊ x എന്താന്നുള്ളത് y എന്താന്നുള്ളത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷോർട്ട് ആക്കി കൊണ്ടുവരുമ്പോൾ k എന്താന്നുള്ളത് കിട്ടും, 3:4. Area of triangle POB 150 cm². Then area of triangle QOA ആണ് നമുക്ക് കാണേണ്ടത്. അവിടെ അതായത് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് സൈഡ്സ്, അതായത് PO/OQ ഹോൾ സ്ക്വയർ വരും. ആ സൈഡ്സ് പ്രൊപ്പോർഷൻ അതിന്റെ സ്ക്വയറിനാണ് ഈക്വൽ ആവുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണോ എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ ഈ ആംഗിളും ഈക്വൽ ആണ്, 90 ഡിഗ്രി ആണ്. അതുപോലെ ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ BOPയും ആംഗിൾ QOAയും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അത് ഈക്വൽ ആണ്. അപ്പൊ AA സിമിലാരിറ്റിയിൽ ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് സിമിലർ ആണെന്ന് പറയാം. എങ്ങനെ, ട്രയാങ്കിൾ POB സിമിലർ ടു BAക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ QOA, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ ഏരിയയുടെ റേഷ്യോ, ഏരിയ ഓഫ് ട്രയാങ്കിൾ POB ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ QOA എന്ന് എഴുതാം, OP/OQ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് POBന്റെ ഏരിയ തന്നിട്ടുണ്ട്, എത്രയാണ്, 150 ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ QOA ആണ് കാണുന്നത്. അവിടെ OP എന്ന് പറയുന്നത് 5/OQ എന്ന് പറയുന്നത് 7 ന്റെ സ്ക്വയർ. അപ്പോൾ 15 ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ QOA ഈക്വൽ ടു 25/49 വരും. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ QOA ഈക്വൽ ടു 15 ഇൻറ്റു 49, 15 അല്ല 150 ഇൻറ്റു 49 ഡിവൈഡ് ബൈ 25 വരും. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 294. അപ്പോൾ 294 cm² ആണ് വരുന്നത് അതിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ QOA ഈക്വൽ ടു 294 cm². ഇനി അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഫോംഡ് ബൈ ദ പോയിന്റ്സ്. നമുക്ക് ABC എന്നുള്ള പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്നുള്ളത് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. AB എന്ന് പറയുന്നത് √(x1 - x2) ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നമുക്ക് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, രണ്ട് സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഐസോസെലസ് ആയിരിക്കും. 3 സൈഡും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈക്വലേറ്റർ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് AB, BC, CA കണ്ടുപിടിച്ച് നോക്കുക എങ്ങനെയുള്ള ട്രയാങ്കിളാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ √AB എന്ന് പറയുന്നത് √2 മൈനസ് √2 എന്ന് പറയുമ്പോൾ +√2 ഹോൾ സ്ക്വയർ പ്ലസ് √2 +√2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ √2 + √2 എന്ന് പറയുന്നത് 2√2 സ്ക്വയർ പ്ലസ് 2√2 സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 4 × 2 8 + 8, അതായത് √16 ഈക്വൽ ടു
4 എന്നാണ് കിട്ടിയിട്ടുള്ളത് എ ബി. ഇനി ബി സി കാണുക. ബി സി ഇസ് ഈക്വൽ ടു അതേപോലെ തന്നെ എന്ത് വരും, റൂട്ട് ഓഫ്, അതായത് -√2 -√6 എന്ന് പറഞ്ഞ് +√6 ആയി ഹോൾ സ്ക്വയർ പ്ലസ് -√2 -√6 ഹോൾ സ്ക്വയർ വരും. ഇത് a + b ഹോൾ സ്ക്വയർ പോലെ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും, നമുക്ക് a സ്ക്വയർ -√2 സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് പറയുന്നത് √6 സ്ക്വയർ -2√2 √6 എന്ന് വരും. ഇതാണെങ്കിൽ √2 സ്ക്വയർ, അതായത് ഇത് രണ്ടിലും മൈനസ് ഉള്ളത് കൊണ്ട് a + b ഹോൾ സ്ക്വയർ, അതായത് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab. അപ്പൊ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയി പോകും. √2 സ്ക്വയർ എന്ന് പറയുന്നത് 2 ആയി, 2 + 6 അതുപോലെ ഇത് 2, ഇത് +6. അപ്പൊ നമുക്ക് അത് എന്താണ് കിട്ടുന്നത്, √16 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ 4 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എ ബി 4 കിട്ടി, ബി സിയും 4 കിട്ടി. ഇനി എ സി നമുക്ക് നോക്കുകയാണെങ്കിൽ √2 -√6 എന്ന് പറഞ്ഞാൽ √2 + √6 ഹോൾ സ്ക്വയർ, അതുപോലെ √2 -√6 ഹോൾ സ്ക്വയർ, ഇത് തന്നെയാണ് നമുക്ക് എ സി വരുന്നത്. അപ്പൊ അതും 4 തന്നെയാണ് കിട്ടുക. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എ സി എന്ന് പറയുന്നത് √2 -√6 എന്ന് പറയുന്നത് +√6 ആയി, അവിടെ √2 -√6 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് a + b ഹോൾ സ്ക്വയർ, a - b ഹോൾ സ്ക്വയർ, ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാ സൈഡ്സും എ ബി = BC = CA കിട്ടിയത് കൊണ്ട് ഇതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അടുത്തത്, ഇഫ് എ പോൾ 6 meter ഹൈ കാസ്റ്റ് എ ഷാഡോ 2√3 meter long on the ground. ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ ആണ് കാണുന്നത്. അതായത് ഒരു പോള് അത് 6 meter, നമ്മളിപ്പോൾ പോളിന് എ ബി എന്നുള്ള പേര് കൊടുക്കുന്നു, 6 meter. അപ്പൊ അതിന്റെ ഷാഡോന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ്, 2√3 meter ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഈ ആംഗിൾ ആണ് നമുക്ക് കാണേണ്ടത്, ഡിസ്റ്റൻസ് അല്ല, ആംഗിൾ കാണണം. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ ഇവിടെ അതായത് ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് കാണേണ്ടത്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടാൻ E = സി എന്ന് കൊടുക്കാം. അപ്പൊ ടാൻ സി = 6/2√3 എന്തായി, 3/√3. 3/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ √3 വരും. അപ്പോൾ ടാന്റെ ഏത് വാല്യൂവിനാണ് √3 വരിക, ടാൻ 60 ആണ് √3. അപ്പോൾ ആൻസർ ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് 60 ഡിഗ്രി എന്നുള്ളത് കിട്ടും. Alpha and beta zeros of quadratic polynomial x² - 4x + 3, then a quadratic polynomial, then form a quadratic polynomial whose zeros are 2 alpha and 2 beta. അതായത് നമുക്ക് ആൽഫ ആൻഡ് ബീറ്റ സീറോസ് ആയപ്പോൾ ഉള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് x² - 4x + 3. ഇനി 2 ആൽഫയും 2 ബീറ്റയും സീറോസ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് x² - sum of zeros into x പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ്. സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പൊ ആൽഫയും ബീറ്റയും സീറോസ് ആയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² - 4x + 3. അവിടെ നമുക്ക് ഇനി കാണേണ്ടത് 2 ആൽഫയും 2 ബീറ്റയും സീറോസ് ആവുമ്പോൾ അതിന്റെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് 2 ആൽഫ + 2 ബീറ്റ. 2 ആൽഫ + 2 ബീറ്റ എന്ന് പറയുന്നത് 2 കോമൺ ആയിട്ട് എടുക്കുക, ആൽഫ + ബീറ്റ. ഈ ആൽഫ + ബീറ്റ നമുക്ക് കിട്ടുക x² - 4x + 3 ആണ് നമ്മൾ ആൽഫയും ബീറ്റയും സീറോസ് ആയിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പൊ ഇതിന്റെ സം ഓഫ് സീറോസ് ആണ് ആൽഫ + ബീറ്റ. ആൽഫ + ബീറ്റ എത്രയാണ്, -b/a. അപ്പൊ ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് -b/a എന്ന് പറയുന്നത് -4 എന്ന് പറയുന്നത് +4 ആണ് വരിക. അപ്പൊ 2 × 4 എന്ന് പറയുന്നത് 8. നമുക്ക് 2 ആൽഫ + 2 ബീറ്റ എന്ന് പറയുന്നത് 8 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് സീറോസ് 2 ആൽഫ × 2 ബീറ്റ that is equal to 4 alpha beta. ഇവിടെ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, c/a ആണ്, 3. അപ്പോൾ 4 × 3
4 into 3 എന്ന് പറയുന്നത് 12. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യണം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 2 ആൽഫയും 2 ബീറ്റയും സീറോസ് ആയപ്പോൾ അതിന്റെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് 8 മൈനസ് 8x പ്ലസ് 12. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. അപ്പൊ ഇതാണ് ആൻസർ. മാറിപ്പോകാൻ പാടില്ല. ഫോർമുല എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ഇവിടെ നമുക്ക് സം ഓഫ് സീറോസ് പോസിറ്റീവിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നെഗറ്റീവിലാണ് വരിക. എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ABC is a right triangle with angle A 90 degree ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. AB എന്ന് പറയുന്നത് 21, AC എന്ന് പറയുന്നത് 28. സെമി സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് AB ആൻഡ് AC ആൻഡ് BC ഡയമീറ്റർ. BC ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിൾ ഉണ്ട്. അതുപോലെ AB ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ട് അവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്. AC ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ട് അവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ. ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ആദ്യം ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്, ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു ഏരിയ ഓഫ് സെമി സർക്കിൾ. ഏരിയ ഓഫ് സെമി സർക്കിൾ AB, അതായത് ഇത്രയും ഭാഗം ഏരിയ ഓഫ് സെമി സർക്കിൾ AB ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് സെമി സർക്കിൾ അവിടെ ബേസ് AC വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്നുള്ള ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വന്നു? ഈ ABC എന്നുള്ള ട്രയാങ്കിൾ ഈ ഭാഗം ഫുള്ളായിട്ട് കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മൾ ഈ ഒരു സെമി സർക്കിൾ, അതായത് മൈനസ് ഏരിയ ഓഫ് സെമി സർക്കിൾ, ഏത് ബേസ് BC വരുന്ന സെമി സർക്കിൾ മൈനസ് ചെയ്യാം. അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞ് ഇത് ചെയ്യാൻ എളുപ്പം. അതായത് നമ്മൾ ആദ്യം എടുത്തത് ഈ ഒരു സെമി സർക്കിളിന്റെ ഏരിയ, ഈ ഒരു സെമി സർക്കിൾ AC ബേസ് ആയിട്ട് വരുന്ന ഈ ഒരു സെമി സർക്കിളിന്റെ ഏരിയ. അപ്പൊ ഇവിടെ നമുക്ക് ഈ മുഴുവൻ ഭാഗം കിട്ടി, ഈ മുഴുവൻ ഭാഗം കിട്ടി, ഈ ട്രയാങ്കിളും വന്നു. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ആണ്, അതായത് ഈ AC സെമി സർക്കിൾ ആയിട്ട് വരുന്ന ഇത്രയും ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം മാത്രം കിട്ടും. അപ്പോൾ അത് കാണാൻ വേണ്ടി ആദ്യം നമുക്ക് BC എന്താന്നുള്ളത് കണ്ടുപിടിക്കണം. BC അറിഞ്ഞാൽ മാത്രമേ നമുക്ക് BC എന്നുള്ള ബേസ് അതിന് റേഡിയസ് കിട്ടുള്ളൂ. അതായത് സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് പൈ r² ആണ്. 6 കിട്ടണം. അപ്പൊ BC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആവുമ്പോൾ എന്താണ്? BC എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ്. അപ്പോൾ AB² പ്ലസ് AC². അപ്പോൾ എന്ത് കിട്ടും? 21² പ്ലസ് 28². അതായത് 441 പ്ലസ് 28 into 28 എന്ന് പറയുന്നത് 64, 16 plus 6, 22, 784 ആണ് വരുന്നത്. 784. അപ്പോൾ 441ഉം 784ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1225 ആണ് വരുന്നത്. 1225 എന്ന് പറയുന്നത് നിങ്ങൾ ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കുക. 35ൻ്റെതാണ്. 35 × 35 ആണ് 1225 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് BC എന്ന് പറയുന്നത് 35 കിട്ടി. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഏരിയ സെമി സർക്കിൾ AB ആണ് ഡയമീറ്റർ. AB ഡയമീറ്റർ ആണെങ്കിൽ AB 21, റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 21/2. അപ്പോൾ ഹാഫ് പൈ ഇൻറ്റു, നമ്മൾ പൈൻ്റെ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ, 21/2 ഇൻറ്റു 21/2, അതായത് ഹാഫ് പൈ r² പ്ലസ് ഹാഫ് പൈ, ഇവിടെ AB എന്ന് പറയുന്നത് 28 ആണ്. 28/2 ഇൻറ്റു 28/2 പ്ലസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. എന്ത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ബേസ് 21, ഹൈറ്റ് 28 മൈനസ് ഹാഫ് പൈ ഇൻറ്റു ഇവിടെ എത്രയാണ്? BC 35. 35/2 ഇൻറ്റു 35/2 ഇങ്ങനെ വന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കാം. അതായത് ഇവിടെ പൈ 441, 21 × 21 എന്ന് പറയുന്നത് എത്രയാണ്? 441/8 പ്ലസ് ഇവിടെ 28 × 28 എത്രയാണ്? 784. 784 π/8 ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസലേറ്റ് 14 ആക്കാം. 14 × 21
എന്ന് പറയുന്നത് 4 1 8 2 294. അപ്പോൾ പ്ലസ് 294 ഇവിടെ ഇങ്ങനെ കിട്ടി. മൈനസ് ഇവിടെ പൈ, അതായത് 35 × 35 എത്രയാ 1225 1225 പൈ ബൈ 8. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്യുക. അതുകൊണ്ടാണ് പൈൻ്റെ വാല്യൂ കൊടുക്കാതെ. അപ്പോൾ നമുക്ക് ആൻസർ 294 കിട്ടും. ഇത് രണ്ടും, അതായത് 784ഉം 441 ആഡ് ചെയ്ത് എത്രയാ 1225 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1225 പൈ ബൈ 8 പ്ലസ് 294 മൈനസ് 1225 പൈ ബൈ 8. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് 294 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 294 cm². അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്